ഹലോ. 2 ദിവസം മുമ്പ് ട്രാൻസ്ഫറിനെ കുറിച്ചൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് വിളിച്ച് ട്രാൻസ്ഫർ ഓൺ സ്പൗസ് അക്കൗണ്ടിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ അതിൽ എനിക്കറിയുന്ന കാര്യങ്ങൾ പറയാമെന്നാണ്. റെയിൽവേ ബോർഡ് 1971 ആദ്യമായിട്ട് ട്രാൻസ്ഫർ ഓൺ സ്പൗസ് അക്കൗണ്ടിനെ കുറിച്ച് പറയുന്നത്. പിന്നെ 97, പിന്നെ 2010 PBC നമ്പർ 24/2010. അതിൽ ആർക്കാണ് എലിജിബിൾ എന്ന് പറയുന്നുണ്ട്. വെൻ ബോത്ത് ദ സ്പൗസസ് ആർ റെയിൽവേ എംപ്ലോയീസ് ആൻഡ് ദേ ബിലോങ് ടു സെയിം സീനിയോറിറ്റി യൂണിറ്റ്. ഇപ്പോൾ SSC JEs ഒക്കെ സോണൽ സീനിയോറിറ്റിയാണ്. ഒരാൾ ട്രിവാൻഡ്രം, ഒരാൾ മെഡ്രാസ്, അങ്ങനെയാകുമ്പോൾ അങ്ങനെ പാടില്ല. അവർക്ക് ഒരേ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കൊടുക്കണം. പ്രൊവൈഡഡ് ഒരാൾ അടുത്ത ആളുടെ കീഴിൽ ഡയറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല എന്നേ ഉള്ളൂ. സെക്കൻഡ് വൺ, വെൻ ബോത്ത് ദ സ്പൗസസ് ആർ റെയിൽവേ എംപ്ലോയീസ് ആൻഡ് ദേ ബിലോങ് ടു ഡിഫറെൻറ്റ് സീനിയോറിറ്റി യൂണിറ്റ്സ്. അങ്ങനെയുള്ളപ്പോൾ അവർ ഒരേ സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കണം. ഇനി ഒരാൾക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഒരാൾക്ക് ചേഞ്ച് ഓഫ് കാറ്റഗറി കൊടുക്കണം. പ്ലീസ് നോട്ട്, ചേഞ്ച് ഓഫ് കാറ്റഗറി കൊടുക്കണം റെയിൽവേ ബോർഡ് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് റെയിൽവേ ബോർഡ് ഇസ് റിയലി സീരിയസ് അബൌട്ട് ദിസ് ട്രാൻസ്ഫർ ഓൺ സ്പൗസ് അക്കൗണ്ട്. യു ഹാവ് ടു അപ്രീഷിയേറ്റ് റെയിൽവേ ബോർഡ് ഫോർ ദാറ്റ്. തേർഡ് വൺ ഈസ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി. ഒരാൾ അടുത്ത ആൾ റെയിൽവേ എംപ്ലോയി. ആ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ഇരിക്കുന്ന സ്ഥലത്തേക്ക് റെയിൽവേ എംപ്ലോയി ട്രാൻസ്ഫറിൽ പറഞ്ഞേക്കണം. അടുത്തത് ഒരാൾ റെയിൽവേ എംപ്ലോയി, ഒരാൾ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി. അപ്പോൾ ഈ റെയിൽവേ എംപ്ലോയി അങ്ങോട്ട് പോകണം. അഞ്ചാമത്തത് പ്രൈവറ്റ് എംപ്ലോയി അല്ലെങ്കിൽ പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയി, അറ്റോണമസ് അല്ലെങ്കിൽ PSU അങ്ങനെ വല്ല എംപ്ലോയി ആണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ട്രിവാൻഡ്രത്ത് പ്രൈവറ്റ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഞാൻ റെയിൽവേന് റിക്വസ്റ്റ് കൊടുക്കാം. റെയിൽവേ വിൽ ഫോർവേഡ് ദാറ്റ് റിക്വസ്റ്റ് ടു ദാറ്റ് പ്രൈവറ്റ് സെക്ടർ റിക്വസ്റ്റിംഗ് ദം ടു ട്രാൻസ്ഫർ മൈ ഹസ്ബൻഡ് ഫ്രം ട്രിവാൻഡ്രം ടു ചെന്നൈ. മനസ്സിലായോ? എൻ്റെ ഹസ്ബൻഡ് അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ വരാൻ റെയിൽവേ റിക്വസ്റ്റ്, നമ്മുടെ റിക്വസ്റ്റ് അങ്ങോട്ട് ഫോർവേഡ് ചെയ്യും. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണത്. ഇപ്പോൾ இந்த 5 സിറ്റുവേഷൻ പറഞ്ഞില്ലേ, ഈ ആപ്ലിക്കേഷൻസ് എങ്ങനെ ഡീൽ ചെയ്യണം. ഫസ്റ്റ് പറഞ്ഞത് റെയിൽവേ അഡ്മിനിസ്ട്രേഷൻ ഷുഡ് സ്ട്രൈവ്. എന്താ സ്ട്രൈവ് എന്ന് പറഞ്ഞാൽ മാക്സിമം പരമാവധി ശ്രമിക്കണം സ്പൗസ് അക്കൗണ്ട് ട്രാൻസ്ഫർ കൊടുക്കാൻ. രണ്ടാമത്തത്, അങ്ങനെ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ സ്പെസിഫിക് റീസൺസ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ എംപ്ലോയി. ആ എംപ്ലോയിയോട് പറയണം ഇതാണ് കാരണം നിങ്ങളുടെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തത്. 3, അങ്ങനെ പറഞ്ഞാൽ എൻ്റെ എംപ്ലോയിക്ക് അടുത്ത ഓഫീസർ, 1 grade above ഓഫീസറിനോട് റെപ്രസെൻറ്റേഷൻ കൊടുക്കാനുള്ള അവകാശമുണ്ട്. 4, ആപ്ലിക്കേഷൻ ഷുഡ് ബി ഡെൽറ്റ് ഇൻ എ ടൈം ബൗണ്ട് മാനർ. ടൈം ബൗണ്ട് മാനറിൽ വേണം ഡീൽ ചെയ്യാം. അല്ലാണ്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് 3 മാസം കഴിഞ്ഞ് അവിടെ പോയി ചോദിക്കുമ്പോൾ അവിടെ ഒരു കുത്തില്ല, അവിടെ ഒരു കമ്മയില്ല, അവിടെ കെട്ടിവെച്ചു എന്ന് പറഞ്ഞാൽ നമ്മളും വലുതും പറയും. 4, സെപ്പറേറ്റ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഇടയ്ക്കിടയ്ക്ക് ഓഫീസേഴ്സ് റിവ്യൂ ചെയ്യണം. സദേൺ റെയിൽവേയിൽ ഒരു റൂൾ ഫോളോ ചെയ്യുന്നുണ്ട്. 1:3. ഒരു സ്പൗസ് അക്കൗണ്ട്, 2, 3, 4 1 way ട്രാൻസ്ഫർ. അഗെയിൻ 5 സ്പൗസ് അക്കൗണ്ട്, 6, 7, 8 1 way ട്രാൻസ്ഫർ. ആ ഒരു റേഷ്യോയിലാണ് സദേൺ റെയിൽവേയിൽ ഡീൽ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് സ്പൗസ്. നമ്പർ 1 സ്പൗസ് ആയിരിക്കണം. ആ ആപ്ലിക്കേഷനിലെ വേർഡ്സ്, ആപ്ലിക്കേഷൻ ഷുഡ് ബി ഡെൽറ്റ് വിത്ത് ഇൻ ആൻ ഓർഗനൈസ്ഡ് മാനർ വിത്ത് അറ്റ്മോസ്റ്റ് സിമ്പതി ആൻഡ് ദർ ഷുഡ് നോട്ട് ബി എനി ഒക്കേഷൻ ഫോർ എനി ഗ്രീവൻസ് ഇൻ ദ മൈൻഡ് ഓഫ് സച്ച് എംപ്ലോയീസ് ഇൻ റിഗാർഡ് ടു ഹാൻഡ്ലിംഗ് ഓഫ് ദെയർ റിക്വസ്റ്റ്. മീൻസ് അവർക്കൊരു മനസ്താപമില്ലാത്ത വിധത്തിൽ വേണം ഈ ആപ്ലിക്കേഷൻസ് ഡീൽ ചെയ്യാൻ. അവർ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ നമ്മൾ സന്തോഷത്തോടെ വാങ്ങി വെക്കണം, സന്തോഷത്തോടെ അവർക്ക് ട്രാൻസ്ഫർ കൊടുക്കണം, അവർ സന്തോഷത്തോടെ ഇവിടെ നിന്ന് പോകണം. അതാണ് അർത്ഥം. ഇപ്പം ഇന്നലെ ഒരു കേസ് കേട്ടു. അതിൽ ഹസ്ബൻഡ് വന്നിട്ട് ഡൽഹിയിൽ, വൈഫ് ഇവിടെ, കുട്ടികൾ കേരളത്തിൽ, നോക്കുന്നത് വയസ്സായ അമ്മ. അപ്പോൾ ഹസ്ബൻഡ് എന്ത് ചെയ്തു, റെയിൽവേ ബോർഡിലേക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു. സ്പൗസ് അക്കൗണ്ടിൽ വൈഫിനെ അങ്ങോട്ട് ട്രാൻസ്ഫർ അടിക്കാൻ പറഞ്ഞു. അവർ മെഡ്രാസ് ഡിവിഷനിലേക്ക് ആപ്ലിക്കേഷൻ അയച്ചു. മെഡ്രാസ് ഡിവിഷൻ വളരെ കൂളായിട്ട് പറ്റില്ല അതിന് തിരിച്ചയച്ചു. എന്താ കാരണം? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഇതിനേക്കാളും ഫിറ്റായിട്ടുള്ളൊരു സ്പൗസ് അക്കൗണ്ട് ട്രാൻസ്ഫർ വേറെ ഇല്ല. അച്ഛൻ ഡൽഹിയിൽ, അമ്മ മെഡ്രാസിൽ, മക്കൾ അവിടെ. ഈ ട്രാൻസ്ഫറിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ എന്താ? മക്കളുടെ വെൽഫെയർ, മക്കളുടെ എഡ്യൂക്കേഷൻ, മക്കളുടെ സേഫ്റ്റി.
ഇന്നത്തെ കാലത്ത് അവരുടെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മക്കൾ തനിയാ കേരളത്തിൽ വെച്ചിട്ട് അച്ഛനും അമ്മയും എങ്ങനെ ഇവിടെ ജോലി ചെയ്യും? അതുകൊണ്ട് ഇതൊരു ഫിറ്റിംഗ് കേസാണ്. നമുക്ക് വീണ്ടും റിക്വസ്റ്റ് ചെയ്യണം. ഈ സ്പൗസ് ട്രാൻസ്ഫറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കുക, ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയില്ലെങ്കിൽ ഞാൻ ആരോടെങ്കിലും ചോദിച്ചെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. താങ്ക് യു ആൾ.